കേൾക്കുന്നുണ്ട്. വർക്ക് വിത്ത് വി സി എന്ന സോഷ്യൽ മീഡിയ കമ്മ്യൂണിറ്റി ഓർഗനൈസ് ചെയ്യുന്ന പക്ഷി നിരീക്ഷണ ചലഞ്ചിന്റെ ഭാഗമായിട്ട് പക്ഷി കഥകൾ കേൾക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും ഒറ്റ വാക്കിൽ സ്വാഗതം പറയുന്നു. പ്രത്യേകിച്ച് നമ്മുടെ കുട്ടി കൂട്ടുകാർക്ക് സ്വാഗതം പറയുന്നു. നമുക്ക് ഇന്ന് ക്ലാസ് എടുത്തു തരുന്നത് മറ്റാരുമല്ല വി സി മാഷ് തന്നെയാണ്. വി സി മാഷെ കുറിച്ച് പറഞ്ഞാല് വി സി മാഷ് നമ്മുടെ കണ്ണൂർ ജില്ലയില് കണ്ണപുരത്തുള്ള മൊട്ടമ്മൽ സ്വദേശിയാണ്. പരിസ്ഥിതി സംരക്ഷണത്തിനെ കുറിച്ചും പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തിനെ കുറിച്ചും ഒക്കെ ഒരുപക്ഷെ നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ചിന്തിച്ചിരുന്ന ഒരാളാണ് മാഷ്. അതുകൊണ്ട് തന്നെ പരിസ്ഥിതി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. ഉത്തര കേരളത്തിലെ തന്നെ പരിസ്ഥിതി സംരക്ഷണത്തിന് ചുക്കാൻ പിടിക്കുന്ന സീക്ക് എന്ന സംഘടനയുടെ പ്രവർത്തകനായിട്ട് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ സീക്ക് പബ്ലിഷ് ചെയ്യുന്ന സൂചിമുഖി എന്ന മാസികയുടെ പത്രാധിപരായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരുപാട് ചിത്രശലഭങ്ങൾക്ക് മലയാളം പേരിടുന്നതിലും ഒരുപാട് പക്ഷികളെ നിരീക്ഷിക്കുന്നതിലും അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പങ്കുവെക്കുന്നതിലും ഒക്കെ പ്രസക്തമായ ഭാഗം ചെയ്തിട്ടുണ്ട്. സ്വന്തം പേരില് ഒരു ചെടി തന്നെ വി സി മാഷിന്റെ പ്രവർത്തനങ്ങൾക്ക് ആദരമായിട്ട് നമ്മുടെ ശാസ്ത്രലോകം സമർപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള മാഷാണ്. ഒരുപാട് അനുഭവങ്ങളും ജ്ഞാനവും ഒക്കെയുള്ള മാഷാണ് നമ്മുടെ കൂടെ കഥ പറയാൻ വേണ്ടിയിട്ട് ഇന്ന് വന്നിരിക്കുന്നത്. നമ്മുടെ ഈ ഒരു കൂട്ടായ്മയുടെ പേര് വോക്ക് വിത്ത് വി സി എന്നാണ്. കേൾക്കുമ്പോൾ നമ്മൾ വി സിയുടെ കൂടെ നടക്കണം, പക്ഷെ വി സി മാഷിന്റെ കൂടെ നമ്മൾ നടക്കല്ല, നമ്മൾ ഓടുകയാണ്. മാഷിന്റെ അറിവിന്റെ കൂടെയും ഒക്കെ എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ശരിക്കും ഓടേണ്ടതുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഓട്ടത്തില് പങ്കാളികളാവാൻ വേണ്ടിയിട്ട് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യും. ഓക്കെ, എല്ലാവർക്കും പ്രത്യേകിച്ച് നമ്മുടെ കൊച്ചു കൂട്ടുകാർക്ക് സ്വാഗതം. പക്ഷികളെ പറ്റിയുള്ള ഒരുപാട് വിവരങ്ങളൊക്കെ നിങ്ങൾ ശേഖരിച്ചു വെക്കുന്നുണ്ട്, പക്ഷികളെ നിരീക്ഷിക്കുന്നുണ്ട്, ശാസ്ത്രീയമായ പഠനത്തിന്റെ തുടക്കം കുറിക്കുന്നുണ്ട്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്കറിയാം പല ജീവജാലങ്ങളെ കുറിച്ചും അല്ലെങ്കിൽ നമ്മളെ മനുഷ്യരെ കുറിച്ചും നമ്മുടെ ഒരുപാട് കാര്യങ്ങളെ കുറിച്ചും, സസ്യങ്ങളെ കുറിച്ച്, ജീവജാലങ്ങളെ കുറിച്ച്, അതുപോലെ പക്ഷികളെ കുറിച്ച്, ചലന്തികളെ കുറിച്ച്, തുമ്പിയെ കുറിച്ച്, മിന്നാമിനിങ്ങിനെ കുറിച്ച്, അങ്ങനെയുള്ള ഒരുപാട് ജീവജാലങ്ങളെ കുറിച്ചുള്ള ഒരുപാട് കഥകൾ ലോകത്തിന്റെ നാനാഭാഗത്തുണ്ട്. വ്യത്യസ്തങ്ങളായ ആളുകൾക്കിടയിൽ പഴയ കാലത്ത് തന്നെ പ്രചരിച്ചിരുന്ന ഒരുപാട് കഥകളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കഥകൾ കേൾക്കുന്നത് വളരെ രസകരമായിരിക്കും. നമ്മളെ കുട്ടികളെ പ്രത്യേകിച്ച് ഇപ്പോഴും കൂടുതൽ കഥ കേൾക്കുന്നത് കുറവായിരിക്കാം. പഴയ കാലത്തൊക്കെ നമ്മൾ മുത്തശ്ശി കഥകൾ എന്നുള്ള പേരിലോ അല്ലെങ്കിൽ പഴയ കാലത്ത് ആളുകൾ രേഖപ്പെടുത്തി വെച്ച് വാമൊഴിയായിട്ട് അതായത് ഒരാളെ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് അങ്ങനെ പ്രചരിച്ചിരുന്ന ഒരുപാട് കഥകൾ ഉണ്ടായിരുന്നു. പക്ഷികളെ കുറിച്ചുള്ള കഥകളുണ്ട്. ഈ പറഞ്ഞ രീതിയിൽ ഒരുപാട് പല പക്ഷികളെ കുറിച്ച് മാത്രമല്ല ഒരുപാട് കഥകൾ. എന്റെയൊക്കെ ചെറുപ്പകാലത്ത് എൻ്റെ അമ്മയൊക്കെ ഇങ്ങനെയുള്ള ഒരുപാട് കഥകൾ പറഞ്ഞു തന്നിരുന്നു. നിങ്ങൾ കേട്ടിരിക്കും ഈ സോപ്പ് കഥകൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കഥകള്, അതുപോലെ പഞ്ചതന്ത്രം കഥകള്, തെനാലിരാമൻ കഥകള്, ലോകത്തിന്റെ പല ഭാഗത്തുള്ള കഥകളൊക്കെ ശേഖരിച്ച് അത് പ്രസിദ്ധീകരിച്ചിരുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ മലയാളത്തിലുണ്ടായിരുന്നു. അതിലൊരാൾ മാധവൻ നായർ എന്ന പേരുള്ള മാലി എന്നറിയപ്പെട്ടിരുന്ന എന്ന തൂലികാനാമത്തിൽ എഴുതിയിരുന്ന ആളായിരുന്നു. പിന്നെ കഴിഞ്ഞ കുറച്ച് എനിക്കൊന്ന് ഒരു വർഷം മുമ്പ് മരിച്ചുപോയ സുമംഗല എന്ന പേരിൽ എഴുതിയിരുന്ന ഒരു സാഹിത്യകാരി ഉണ്ടായിരുന്നു. അവരൊക്കെ ഇത്തരം കഥകൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനായി ലോകത്തിലുള്ള പല ഭാഗത്തുള്ള കഥകൾ അവരുടെ രീതിയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. പല മാസികകളിലും, മാതൃഭൂമി പോലുള്ള മാസികകളിലൊക്കെ ധാരാളമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ പക്ഷികളെ കുറിച്ചുള്ള ഒരുപാട് കഥകൾ നമുക്കറിയാം. നമ്മൾക്ക് പക്ഷികളെ കുറിച്ച് ഒരുപക്ഷെ അധികം ഉണ്ടാവില്ല. നമുക്കറിയാം, ഇപ്പൊ ഞാൻ ആദ്യം പറയാൻ പോകുന്നത് 3 കഥാപാത്രങ്ങളാണ് അതിലുള്ളത്. ഒന്ന് മൂങ്ങയാണ്. മൂങ്ങ ഇപ്പോഴാണ് രാത്രി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. പഴയകാലത്തെ കഥ പ്രകാരം പഴയകാലത്തെ പകൽ നടന്നിരുന്ന ആളായിരുന്നു മൂങ്ങ. അതുപോലെ കുയിൽ, പിന്നെ കാക്ക. അപ്പൊ ആദ്യത്തെ കഥ ഈ ഒരു വൈദ്യനായിരുന്ന കുയിലിനെ കുറിച്ചാണ്. ആ കഥ ഇങ്ങനെയാണ്. അതായത് മൂങ്ങ ഇങ്ങനെ പകൽ ഇറങ്ങി നടക്കുന്ന സമയത്ത് ഒരു കുട്ടി കവണ വെച്ചിട്ട്, തെറ്റാലി എന്ന് പറയുമല്ലോ, കവണയിൽ കല്ല് വെച്ചിട്ട് എറിഞ്ഞ സമയത്ത് മൂങ്ങക്ക് ഭയങ്കരമായിട്ടുള്ള പരിക്ക് പറ്റി.
ആ കല്ല് ഇങ്ങനെ മണ്ണൊക്കെ പരങ്ങിയ കല്ലായതുകൊണ്ട് പരിക്ക് പറ്റിയ സമയത്ത് മണ്ണോട് കൂടിയിട്ടുള്ള കല്ലാണ് ശരീരത്തിന്റെ ഉള്ളിലേക്ക് തുളച്ച് കയറിയത്. അപ്പോ ഭയങ്കരമായിട്ടുള്ള വേദന, നമുക്ക് കല്ല് ഒരു ഏറ് കൊണ്ടാൽ തന്നെ നല്ല വേദനയുണ്ട്. ഇതിപ്പം കല്ലിന്റെ ഒരു കഷ്ണം തുളച്ച് ഉള്ളിലേക്ക് കയറിപ്പോയി. അപ്പൊ ഭയങ്കരമായിട്ടുള്ള വേദന വന്നു. തീരെ വേദന സഹിക്കാൻ ആ സമയത്ത് മൂങ്ങയുടെ സുഹൃത്തായിരുന്ന കാക്കയോട് പറഞ്ഞു, നമുക്ക് ഒരു വൈദ്യന്റെ അടുത്തേക്ക് പോകണം, ഇതിന് എന്തായാലും ചികിത്സിക്കാതെ രക്ഷയില്ല, ഭയങ്കരമായിട്ട് വേദന സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ കാക്ക മൂങ്ങയെയും കൂട്ടി വൈദ്യന്റെ അടുത്തേക്ക് പോയി. വൈദ്യൻ എന്ന് പറയുന്നത് കുയിലായിരുന്നു. അപ്പൊ കുയിലിന്റെ അടുത്തേക്ക് പോയി. കുയിലിന് വലിയ വൈദ്യശാലയൊക്കെ ഉണ്ട്, മരുന്നൊക്കെ ഉണ്ടാക്കുന്ന വൈദ്യശാലയൊക്കെ ഉണ്ട്. അപ്പൊ കുയിൽ വൈദ്യനോട് കാക്ക പറഞ്ഞു, ഇങ്ങനെ കുയിൽ വൈദ്യ, എന്റെ സുഹൃത്താണ് ഈ മൂങ്ങ. ഈ മൂങ്ങക്ക് ഇങ്ങനെ കവണ വെച്ചിട്ടൊരു കുട്ടി എറിഞ്ഞ സമയത്ത് അതിന്റെ വേദന കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് എന്തായാലും ഒന്ന് ചികിത്സിക്കണം എന്ന് പറഞ്ഞു. അപ്പോ കുയിൽ വൈദ്യൻ നോക്കി. അപ്പൊ കുയിൽ വൈദ്യന് മുമ്പേ തന്നെ മൂങ്ങയെ പറ്റി ചെറിയ ഒരു അഭിപ്രായമുണ്ട്. അതായത് മൂങ്ങ കുറച്ച് പിശുക്കനാണ്, ലുബ്ധനാണ്, അല്ലെ നമ്മൾ കണ്ണൂർ ഭാഷയിൽ ഇർക്കീസനാന്ന് പറയും. അപ്പൊ അങ്ങനെയുള്ള പിശുക്കനായിരുന്നു മൂങ്ങ. അപ്പോ പിന്നെ അത് മാത്രമല്ല, മൂങ്ങ ചിലപ്പോൾ വാക്ക് പാലിക്കൂല, പറഞ്ഞ വാക്ക് പാലിക്കാത്ത ഒരു ആള് കൂടിയായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഈ മൂങ്ങയെ ചികിത്സിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പൈസ കിട്ടുമോ എന്നുള്ളൊരു സംശയം കുയിൽ വൈദ്യനുണ്ടായിരുന്നു. അപ്പൊ കുയിൽ വൈദ്യൻ എന്തായാലും സാറില്ല, കുയിൽ വൈദ്യൻ മൂങ്ങയെ പരിശോധിച്ചു. എന്നിട്ട് മൂങ്ങയോട് ആദ്യം തന്നെ പറഞ്ഞു, അതുകൊണ്ട് എനിക്ക് തക്കതായ പ്രതിഫലം കിട്ടിയാൽ ഞാൻ ചികിത്സാവിധി പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. അപ്പൊ അത് ആ ഒരു ഉറപ്പ് തരണം. അങ്ങനെ മൂങ്ങ പറഞ്ഞ, സാറില്ല, ഞാനത് ഉറപ്പ് തരുന്നു, തക്കതായ പ്രതിഫലം നിങ്ങൾക്ക് ഫീസ്, അതായത് വൈദ്യനുള്ള ഫീസ് തരും എന്ന് പറഞ്ഞു. അപ്പോ അതുകൂടാതെ മൂങ്ങയുടെ വാക്ക് വിശ്വാസമില്ല എന്ന് വൈദ്യന് തോന്നിയുകൊണ്ട് കാക്ക ഒന്നുകൂടി പറഞ്ഞു, അതായത് മൂങ്ങ അഥവാ പൈസ തരുന്നില്ലെങ്കിൽ ഞാൻ ജാമ്യം നിൽക്കാം, അല്ലെങ്കിൽ ഞാൻ മൂങ്ങയ്ക്ക് വേണ്ടി പണം തരാം, മൂങ്ങ അഥവാ വാക്ക് പാലിക്കുന്നില്ലെങ്കിൽ. അങ്ങനെ വൈദ്യൻ നോക്കി ചികിത്സാവിധി പറഞ്ഞു. അപ്പൊ തെറ്റാലിയിലെ അല്ലെങ്കിൽ ഈ കവണയുടെ കല്ല് നേരത്തെ പറഞ്ഞല്ലോ, മണ്ണ് ഇങ്ങനെ പരങ്ങിയതായിരുന്നു. അപ്പൊ മണ്ണ് പരങ്ങിയത് ഉള്ളിലേക്ക് കയറി. അപ്പോ ആ കല്ലിൽ പറ്റിയിരിക്കുന്ന, അല്ലെ ശരീരത്തിൽ കയറിയിരിക്കുന്ന ചളി കഴുകിക്കളയണം. അപ്പൊ അതിനായി കുയിൽ വൈദ്യം പറഞ്ഞത് ഒരു ചെറിയ കുഴി കണ്ടെത്തണം, ചെറിയൊരു വെള്ളം കെട്ടിക്കിടക്കുന്ന ചെറിയ കുഴി കണ്ടെത്തണം. ആ കുഴിയിൽ തെളിഞ്ഞ വെള്ളമുള്ളതായിരിക്കണം, അധികം കലക്കം വെള്ളം പാടില്ല. ആ വെള്ളത്തിൽ ഒരു കുറച്ച് മണിക്കൂറുകളോളം ഇരിക്കണം. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ വൈദ്യന് അറിയാമായിരുന്നു, ഇരുന്ന് കഴിഞ്ഞാൽ ഈ കല്ലിൽ അല്ലെങ്കിൽ ശരീരത്തിൽ പറ്റിയിരുന്ന കല്ലിൽ ഉള്ള ചളി അലിഞ്ഞു പോകുമെന്ന്. അപ്പൊ അങ്ങനെ ചികിത്സാവിധി പറഞ്ഞു കൊടുത്തു. കാക്കയും മൂങ്ങയും വൈദ്യനോട് യാത്ര പറഞ്ഞ് പോയി. അപ്പൊ എന്ത് ചെയ്യണം? വെള്ളം കെട്ടിക്കിടക്കുന്ന കുഴി കണ്ടെത്തണം. അപ്പൊ വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു കുഴി കണ്ടെത്തി അതില് കാക്ക പറഞ്ഞു, എന്നാൽ നീ ഇതിലൊരു 3-4 മണിക്കൂർ ഇതില് മുങ്ങിയിരിക്ക്, കഴുത്ത് പുറത്തേക്ക് ഇടാം, കഴുത്ത് വരെ വെള്ളത്തിൽ മുങ്ങിയിരിക്ക്, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് മൂങ്ങയെ ഈ വെള്ളക്കുഴിയിൽ ഇരുത്തിയിട്ട് കാക്കയുടേതായ ജോലിക്ക് പോയി. മൂങ്ങ കുറെ സമയം കഴിഞ്ഞ് ശരീരത്തിലുള്ള വേദനയൊക്കെ കുറഞ്ഞു ഈ വെള്ളത്തിൽ ഇരുന്ന സമയത്ത്. കാരണം എന്താ പറ്റിയെന്ന് പറഞ്ഞാൽ, വെള്ളത്തിൽ ഇരുന്നതോടുകൂടി കല്ലിൽ പറ്റിയിരുന്ന അല്ലെങ്കിൽ മുറിവിലുണ്ടായിരുന്ന ചളിയുടെ അംശമൊക്കെ വെള്ളത്തിൽ കഴുകി അലിഞ്ഞ് പോയി. അപ്പൊ അങ്ങനെ ആശ്വാസം കിട്ടി മൂങ്ങക്ക്. അങ്ങനെ പിറ്റേന്ന് വൈദ്യൻ തന്നെ, ആ കാലത്ത് ചില സമയത്ത് ഈ വൈദ്യന്മാര് അല്ലെങ്കിൽ കുയിൽ വൈദ്യനൊക്കെ വീട്ടിൽ ചെന്ന് ചികിത്സിക്കാറുണ്ട്, വീട്ടിൽ ചെന്ന് രോഗിയെ നോക്കും. അങ്ങനെ മൂങ്ങയുടെ രോഗസ്ഥിതി അല്ല മൂങ്ങയുടെ പരിക്ക് മാറിയോ എന്നറിയാൻ വേണ്ടിയിട്ട് മൂങ്ങയെ ചെന്ന് കണ്ടു കുയിൽ വൈദ്യൻ. അപ്പൊ കുയിൽ വൈദ്യൻ പറഞ്ഞു, ഏതായാലും നിന്റെ സൂക്കടൽ മാറിയില്ലേ, അല്ലെങ്കിൽ നിന്റെ വേദനയൊക്കെ കുറഞ്ഞില്ല, അപ്പൊ ഇനി എനിക്ക് എന്റെ ഫീസ് തരണം. അപ്പൊ മൂങ്ങ പറഞ്ഞു, നിങ്ങളതിനെ എനിക്ക് ചികിത്സിച്ചിട്ടില്ലല്ലോ. അപ്പൊ വൈദ്യൻ പറഞ്ഞു, ഞാൻ ചികിത്സ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ, വെള്ളത്തിൽ ഇങ്ങനെ ചെന്ന് ഇരിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ മൂങ്ങ പറഞ്ഞു, അങ്ങനെ പറഞ്ഞു തന്നതേ ഉള്ളൂ, പക്ഷെ ഞാനല്ല ചെയ്തത്, അതുകൊണ്ട് എനിക്ക് എന്തായാലും നിങ്ങൾക്ക് അതിന് ഫീസ് തരാൻ പറ്റില്ല എന്ന് മൂങ്ങ കുയിൽ വൈദ്യനോട് പറഞ്ഞു.
അപ്പോ പ്രതിഫലം തരില്ലെന്ന് മൂങ്ങ അങ്ങനെ വാശി പിടിച്ച സമയത്ത് കുയിൽ വൈദ്യൻ പിന്നെ അവിടെ നിന്നില്ല, വൈദ്യരായ കുയിൽ പിന്നെ അവിടെ നിന്നില്ല. കാരണം കുയിലിന് നേരത്തെ ഇതറിയാമായിരുന്നു. അപ്പോ ഈ ജാമ്യം നിന്നത് കാക്കയാണല്ലോ. അപ്പൊ കുയിൽ നേരെ കാക്കേന്റെ വീട്ടിലേക്ക് വെച്ചടിച്ചു. അപ്പൊ കാക്കേന്റെ വീട്ടിലേക്ക് പറഞ്ഞു. കാക്ക കുയിൽ വൈദ്യനെയും കൂട്ടി എന്നാ പിന്നെ നമുക്ക് മൂങ്ങയെ നേരിട്ട് കണ്ട് സംസാരിക്കാം. അങ്ങനെ മൂങ്ങയുടെ കൂട്ടിലേക്ക് പോയി. നോക്കുന്ന സമയത്ത് മൂങ്ങ കൂട്ടിന്റെ ഉള്ളിലില്ല, വീട്ടിന്റെ അകത്തില്ല. അപ്പോ മൂങ്ങയെ പിന്നെ ആ സമയത്ത് പരുതി കുറേ സമയം നടന്നിട്ട് മൂങ്ങയെ കണ്ടു കിട്ടിയില്ല. മൂങ്ങ അവിടുന്ന് മുങ്ങിക്കളഞ്ഞിട്ടുണ്ടായിരുന്നു, ഫീസ് കൊടുക്കാൻ മടിച്ചിട്ട്. അപ്പോ കുയിൽ വൈദ്യൻ കാക്കയോട് പറഞ്ഞു, നീയാണ് ജാമ്യം നിന്നത്, അതുകൊണ്ട് നീയാണ് എനിക്ക് പ്രതിഫലം തരേണ്ടത്. മൂങ്ങ തന്നില്ലെങ്കിൽ പ്രതിഫലം തരാമെന്ന് നീ പറഞ്ഞതാണല്ലോ, അങ്ങനെ പ്രതിഫലം തരണം എന്ന് പറഞ്ഞു. അപ്പോ കാക്ക പറഞ്ഞു, എൻ്റെ അടുത്ത് ഇപ്പൊ പൈസയൊന്നും തരാനായിട്ടില്ല, ഭയങ്കര കഷ്ടത്തിലാണ്, അതുകൊണ്ട് തൽക്കാലം എനിക്ക് പ്രതിഫലം തരാൻ നിവൃത്തിയില്ല എന്ന് വൈദ്യരോട് പറഞ്ഞു. അപ്പോൾ ഇത് കുയിലിന് തീരെ ഇഷ്ടപ്പെട്ടില്ല. കാരണം ചികിത്സിച്ചിട്ട് പൈസ കിട്ടിയില്ലല്ലോ, ചികിത്സിച്ചിട്ട് ഫീസ് കിട്ടിയില്ല. കുയിൽ നേരെ ഒരു കോടതിയിൽ കേസ് കൊടുത്തു. അപ്പൊ കേസ് എടുത്ത ന്യായാധിപന്റെ മുമ്പിൽ അടുത്ത ദിവസം കേസ് വിചാരണക്ക് വന്ന്. വിചാരണ സമയത്ത് ജഡ്ജി ചോദിച്ചു ഇവരോട് എന്താണ് സംഗതി. അപ്പൊ അവരൊക്കെ പറഞ്ഞു, ഇങ്ങനെയാണ്, ജാമ്യം നിന്ന കേസാണ്, അതുകൊണ്ട് കാക്കയാണ് ജാമ്യം നിന്നത്. കാക്ക അതുകൊണ്ട് തന്നെ അത് മൂങ്ങയ്ക്ക് വേണ്ടി ജാമ്യം നിന്നത് കാക്കയാണ്, അതുകൊണ്ട് ഈ ഫീസ് കൊടുക്കാൻ കാക്ക ബാധ്യസ്ഥനാണെന്ന് പറഞ്ഞു. അപ്പൊ കാക്ക വളരെ താണുകയാണ് ഈ ജഡ്ജിയോട് പറഞ്ഞു, അല്ല ന്യായാധിപനോട് പറഞ്ഞു, എനിക്ക് പൈസ കൊടുക്കാൻ നിവൃത്തിയില്ല, ഞാൻ അങ്ങനെ ഭയങ്കരമായ ദാരിദ്ര്യത്തിലാണ്, അതുകൊണ്ട് മറ്റെന്തെങ്കിലും ചെയ്യാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അപ്പൊ ഉടനെ ജഡ്ജി ഇങ്ങനെ ആലോചിച്ചു. ആലോചിച്ച സമയത്ത് ജഡ്ജി പറഞ്ഞു, കാശില്ലെങ്കിലും ഒരു പ്രവൃത്തി കൊണ്ട് വേണമെങ്കിൽ പ്രതിഫലം നൽകാം എന്ന് കണ്ടെത്തി. അങ്ങനെ കാശില്ലെങ്കിലും പ്രവൃത്തി കൊണ്ട് പ്രതിഫലം നൽകണമെന്ന് കുയിലിനോട് ജഡ്ജി ആവശ്യപ്പെട്ടു, അല്ലെങ്കിൽ ഒരു വിധി പ്രസ്താവിച്ചു. അപ്പോ അങ്ങനെയും നിയമത്തിൽ ഒരു വകുപ്പുണ്ട് എന്നാണ് ജഡ്ജി പറഞ്ഞത്. അങ്ങനെ കുയിലിനോട് പറഞ്ഞു, അല്ലെങ്കിൽ കാക്കയോട് പറഞ്ഞു, ഇനി മുതൽ നിന്റെ കൂട്ടിൽ മുട്ടയിടാനുള്ള ഒരു അവകാശം, ആ കുഞ്ഞുങ്ങളെ ഒരു പരിധി വരെ വളരുന്നത് വരെ സംരക്ഷിക്കാനുള്ള അവകാശം കുയിലിന്റെ ഭാര്യക്കായിരിക്കും, അതായത് ഈ വൈദ്യന്റെ ഭാര്യക്കായിരിക്കും. അതുകൊണ്ട് പെൺകുയിൽ ഇനി മുതൽ നിന്റെ കൂട്ടിൽ മുട്ടയിടും. ആ മുട്ടയിട്ട കുഞ്ഞുങ്ങളെ പിന്നീട് സംരക്ഷിക്കേണ്ടത് നീയാണ്, ഒരു പറക്കാനാകുന്നവരെ സംരക്ഷിക്കേണ്ടത് നീയാണ്. അതാണ് ഈ ഒരു വിധി, ആ ഒരു രീതിയിലുള്ള വിധിയാണ് ജഡ്ജി പറഞ്ഞത്. അപ്പോ വിധിക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അന്ന് മുതൽ, അല്ലെങ്കിൽ ആ കാലം മുതലാണ് പിന്നീട് ഈ കുയിലിന്റെ ഭാര്യ, വൈദ്യന്റെ ഭാര്യ കാക്കക്കൂട്ടിൽ മുട്ടയിടാൻ തുടങ്ങിയത്. അപ്പൊ അങ്ങനെ ആണ് ഇപ്പോഴ് നമ്മൾ പറയുന്ന കുയിൽ, അല്ലെ കാക്കക്കൂട്ടിലാണ് കുയിൽ മുട്ടയിടുന്നത്, കുഞ്ഞുങ്ങളെ വളർത്തുന്ന ജോലി പറക്കമുറ്റുന്നത് വരെ കാക്കയുടെ ജോലിയാണ് എന്ന, അല്ലെ ഉത്തരവാദിത്തമാണ് എന്ന രീതിയിലാണ് നമ്മളിപ്പോഴും മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മുടെ മൂങ്ങ സാഹിബിന് എന്ത് പറ്റി എന്ന് നമ്മൾ ആലോചിക്കണം. മൂങ്ങക്ക് പിന്നീട് വെളിച്ചത്ത് പകൽ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ വന്നു. കാരണം ഈ കേസിൽ മൂങ്ങക്ക് എതിരായിട്ടുള്ള ഒരു വിധി വന്നല്ലോ, അല്ലെ മൂങ്ങക്ക് പകൽ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത ഒരവസ്ഥ. അങ്ങനെയാണ് മൂങ്ങ പകൽ പുറത്തിറങ്ങാതെ രാത്രി മാത്രം പുറത്തിറങ്ങി നടക്കുന്നത്. അപ്പൊ ആ ഒരു പതിവ് ഇന്നും തുടർന്നു വരുന്നു എന്നാണ് ഈ കഥയിൽ പറയുന്നത്. ഇതാണ് ആദ്യത്തെ ഒരു കഥ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് ഒന്ന് അറിയണമായിരുന്നു. ഈ കഥ പറച്ചിൽ, ഞാൻ വലിയൊരു കഥ പറച്ചിലുകാരനല്ല, അതുകൊണ്ടുള്ള ഒരു പ്രശ്നമുണ്ട്. ഓക്കെ, ഇനി സമയമുണ്ടെങ്കിൽ നമുക്ക് വേറെയും കഥകൾ പറയാം. മറ്റു പക്ഷികളെ കുറിച്ച് ഇത്തരം കഥകളുണ്ട്. അപ്പൊ എല്ലാവർക്കും കഥ ഇഷ്ടപ്പെട്ടോ? കുട്ടികളെ ആരും ഒന്നും പറയുന്നില്ലേ? മുതിർന്നവർക്കും പറയാം. ഇഷ്ടപ്പെട്ടു. ഓക്കെ, ഇഷ്ടപ്പെട്ടു. ഈ കഥ മുമ്പ് കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അപ്പൊ നമുക്ക് അടുത്ത ഒരു കാര്യത്തിലേക്ക് കൂടി പോകാം, ഇല്ല? ഇതുപോലുള്ള ഒരുപാട് കഥകൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ കഥ എടുത്തിരിക്കുന്നത് ഈ ഒരു
കാര്യത്തിൽ കാണുന്നുണ്ടോ അറിയില്ല. ലോകകഥാ മാലിക എന്ന് പറഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ മാധവൻ നായർ എന്ന് പറയുന്ന ഒരാള് മാലി എന്ന തൂലികാനാമത്തിൽ എഴുതിയിരുന്ന ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കഥകൾ വായിച്ചിട്ട് അത് അദ്ദേഹത്തിൻ്റെതായ ഭാഷയിൽ, അദ്ദേഹത്തിൻ്റെതായല്ല, കുട്ടികളുടെ വായിച്ച് മനസ്സിലാക്കാവുന്ന രീതിയിൽ ഒരുപാട് കഥകൾ ഇദ്ദേഹം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്, അല്ലെ മലയാളത്തിലേക്ക് പുനരാഖ്യാനം ചെയ്തിട്ടുണ്ട്, മാറ്റി എഴുതിയിട്ടുണ്ട്. അപ്പൊ ഈ കഥകളൊക്കെ നിങ്ങളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് ഒരു 35-36 കൊല്ലം മുമ്പ് മാതൃഭൂമി വാരികയിൽ വന്നിരുന്ന കഥകൾ ഞാനതൊക്കെ ഇങ്ങനെ അതിന്റെ പേജുകളൊക്കെ എടുത്ത് വെച്ചിട്ട് ബൈൻഡ് ചെയ്ത പോലെ ആക്കിയിട്ട് അതിന് പുതിയ കവർ പോലെയല്ല ആക്കിയതാണ്. എൻ്റെ മക്കൾക്ക് ഈ കഥകൾ, ഇതിലുള്ള പല കഥകളും ദിവസേന അവർക്ക് ഒരു 3-4 വയസ്സുള്ള സമയത്തൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു. ആ കഥകൾ ഇപ്പോഴും അവരുടെ മനസ്സിലുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ലോകകഥാ മാലിക എന്ന് പറയുന്ന ഒരു സീരീസിൽ നിന്നെടുത്ത ഒരു കഥയാണ്. ഇതുപോലുള്ള ഒരുപാട് കഥകൾ നമ്മുടെ മറ്റ് പല പുസ്തകങ്ങളിലോ ആയിട്ടും, അല്ലെങ്കിൽ ആളുകൾ ഇതേപോലെ പല ആളുകൾ ഇങ്ങനെ തലമുറയായിട്ട് കൈമാറി വരുന്ന ഒരുപാട് കഥകളുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത കഥയിലേക്ക് പോണോ? പോവാം സർ. പോകാം. അപ്പൊ അടുത്ത ഒരു കഥ നമ്മുടെ, നിങ്ങളൊക്കെ ഇപ്പോഴും ഇംഗ്ലീഷിൽ പേര് എഴുതിയിട്ടുണ്ട് നിങ്ങളുടെ, അല്ലെങ്കിൽ നാഗമോഹൻ പക്ഷിയെ കുറിച്ചാണ്. നാഗമോഹൻ എല്ലാവർക്കും അറിയില്ലേ? പാരഡൈസ് ഫ്ലൈ ക്യാച്ചർ അറിയാം. നിങ്ങൾ ഇപ്പോഴും കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഇപ്പോഴത്തെ ഈ പക്ഷി നിരീക്ഷണ ചലഞ്ചിൽ കണ്ടിട്ടുണ്ടോ? നാഗമോഹൻ ആരും കണ്ടിട്ടില്ല. ഒരു പക്ഷി സർവേയിൽ കണ്ടിരുന്നു. അതെ, ഇപ്പം കാണാൻ സാധ്യതയില്ല അല്ല. എനിക്ക് ഓർ ഏപ്രിൽ മാസം ആകുമ്പോഴേക്ക് തിരിച്ചു പോയിട്ടുണ്ടാകുമെന്നാണ് പൊതുവെയുള്ള പറച്ചില്. സെപ്റ്റംബർ മുതൽ ഏപ്രിൽ വരെയാണ് ഇത് കേരളത്തിൽ ഉണ്ടാവുക എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. അതിന് ഇപ്പോഴും അതായത് നമ്മുടെ കേരളത്തിൽ ഇപ്പോഴും അടുത്ത കാലത്തായിട്ട് കേരളത്തിൽ മുട്ടയിടുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് ഇല്ലേ? സ്നേഹ അല്ലെങ്കിൽ ലതിക ടീച്ചർ ഉണ്ടോ? ലേറ്റസ്റ്റ് എനിക്കറിയില്ല. സാർ, നമുക്ക് ഇതിന്റെ കഥയിലേക്ക് പോകാം. നാഗമോഹൻ എന്നാണ് ഈ പക്ഷിയുടെ പേര് അല്ലേ? ഒരു ചിത്രം നിങ്ങൾക്ക് കാണാം. ഞാൻ പെട്ടെന്ന് നേരത്തെ ഈ ഒരു പോസ്റ്റർ ഉണ്ടാക്കാൻ വേണ്ടി വരച്ച ഒരു ചിത്രമാണ്. അപ്പൊ നാഗമോഹന്റെ ആൺ പക്ഷിയാണ്. കറുപ്പ്, തലയും കഴുത്ത് വരെയുള്ള ഭാഗം കറുപ്പും ബാക്കി തൂവെള്ള നിറവും നീണ്ട നാടത്തൂവലും ഉള്ളതാണ് ഇല്ലേ? കുരുത്തോലക്കിളി എന്ന് പറയാറുണ്ട്. കുരുത്തോല പോലെ നീണ്ട വാലുള്ളത് കൊണ്ട് കുരുത്തോലക്കിളി എന്ന് പറയാറുണ്ട്. നാഗമോഹൻ എന്ന് പറയാറുണ്ട്. സ്വർഗവാതിൽ പക്ഷി എന്ന് പറയാറുണ്ട്. സ്വർഗവാതിൽ പക്ഷി ചോദിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പഴയ സിനിമ പാട്ടുകളൊക്കെ ഉണ്ട്. അപ്പൊ സ്വർഗവാതിൽ പക്ഷി എന്ന് പേരുണ്ട്. നാഗമോഹൻ, നാഗം എന്ന് പറഞ്ഞാൽ സ്വർഗം എന്നാണ് അർത്ഥം. സ്വർഗം മോഹിച്ച പക്ഷി, അതായത് സ്വർഗത്തിലേക്ക് കടക്കാമെന്ന് വിചാരിച്ചിട്ട് സ്വർഗത്തിന്റെ വാതിൽ വരെ എത്തിയിട്ട് കടക്കാൻ പറ്റാത്ത ഒരു കഥയാണ് ഈ പക്ഷിയെ പറ്റി പറയാൻ. ആ കഥ ഇങ്ങനെയാണ്. അതായത് പഴയ കാലത്ത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ദൈവം ഓരോ ജീവജാലങ്ങളിൽ നിന്ന്, ഓരോ ജീവജാതിയിൽ നിന്ന് ഓരോ ജോഡികളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. അതായത് മൃഗങ്ങളിൽ നിന്ന് ഒരു ജോഡീനെ എടുത്തു, പാമ്പുകളിൽ നിന്ന് ഒരു ജോഡിയെ എടുത്തു, അങ്ങനെ പല ജീവവർഗങ്ങളിൽ നിന്ന് ഓരോ ജോഡിയെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ ദൈവം തീരുമാനിച്ചു. അപ്പൊ പക്ഷികളിൽ നിന്ന് ഈ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ ദൈവം നിശ്ചയിച്ചത്, അല്ലെങ്കിൽ ഒരു ഇൻവിറ്റേഷൻ കിട്ടിയത് ഈ പക്ഷിക്കായിരുന്നു. ഈ പക്ഷി ആ കാലത്ത് തലയുടെ ഭാഗം ഒന്നും കറുപ്പായിരുന്നു, മുഴുവൻ തൂവെള്ള നിറമായിരുന്നു. ഇതിന്റെ ആൺപക്ഷി, നിങ്ങൾക്കറിയാം, ഇതിന്റെ ആൺപക്ഷിക്കാണ് തൂവെള്ള നിറം ഉണ്ടാവുക. പെൺപക്ഷി തല മാത്രം കറുപ്പും ബാക്കിയുള്ള ഭാഗം ഒരു ബ്രൗൺ കളറായിരിക്കും ഉണ്ടാവുക. ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ബ്രൗൺ കളറായിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് ഒരു 2-3 വയസ്സ് വരെ ഈ പക്ഷിയുടെ നീണ്ട വാലുണ്ടെങ്കിലും, ആൺപക്ഷിക്ക് നീണ്ട വാലുണ്ടെങ്കിലും അതിന്റെ വാലും ബ്രൗൺ കളറായിരിക്കും ഉണ്ടാവുക. അപ്പൊ ഈ കഥ ഇങ്ങനെയാണ്. അപ്പൊ ഈ പക്ഷികളിൽ നിന്ന് സ്വർഗത്തിലേക്ക് സെലക്ഷൻ കിട്ടിയത് ഈ നാഗമോഹൻ എന്ന് പറയുന്ന പക്ഷിയായിരുന്നു. അപ്പോ സെലക്ഷൻ കിട്ടി, പക്ഷെ പെട്ടെന്നല്ല പോകുന്നത്. ഒരുപാട് പ്രൊസീജിയർ ഉണ്ട്, ഒരുപാട് നടപടിക്രമങ്ങളൊക്കെ ഉണ്ട്. പെട്ടെന്ന് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോ പക്ഷികളിൽ നിന്ന് സെലക്ഷൻ കിട്ടിയ കാര്യം, ഈ പക്ഷി മറ്റുള്ള സുഹൃത്തുക്കളോടൊക്കെ, അല്ല മറ്റ് പക്ഷികളോട്, തൻ്റെ കൂട്ടുകാരായ മറ്റ് പക്ഷികളോടൊക്കെ
ഭയങ്കരമായിട്ട് ഇങ്ങനെ പറയാൻ തുടങ്ങി. ഞാൻ അഹങ്കരിച്ച് പറയാൻ തുടങ്ങി. ഞാൻ ഭയങ്കര സുന്ദരനാണ്, ഞാൻ ഭയങ്കര കഴിവുള്ളതാണ്, ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ്, അതുകൊണ്ടാണ് ദൈവം എന്നെ സെലക്ട് ചെയ്തത്, ഞാൻ ഭയങ്കര സംഭവമാണെന്നൊക്കെ പറഞ്ഞിട്ട് മറ്റു പക്ഷികളോട് ഈ നാഗമോഹൻ ഇങ്ങനെ വീമ്പടിക്കാൻ തുടങ്ങി. അപ്പൊ ഈ അഹങ്കരിച്ചിങ്ങനെ പറയുന്നത് ഏതോ ഒരു പക്ഷി ദൈവത്തിന്റെ ചെവിയിൽ എത്തിച്ചു. അതായത് ദൈവത്തോട് ഏതോ ഒരു പക്ഷി ചെന്ന് പറഞ്ഞു, നാഗമോഹൻ നിങ്ങളിങ്ങനെ സെലക്ട് ചെയ്തിട്ട് നാഗമോഹൻ ഭയങ്കരമായിട്ട് അഹങ്കരിച്ച് നടക്കുന്നുണ്ട്, അതിനെന്തെങ്കിലും ഒരു മരുന്ന് വെച്ചു കൊടുക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന് ദൈവത്തോട് മെല്ലെ ദൈവത്തിന്റെ ചെവിയിൽ പറഞ്ഞു, മറ്റാരും കേൾക്കാതെ. അപ്പൊ ദൈവത്തിന് തോന്നി ഈ ഇങ്ങനെ അഹങ്കാരം പാടില്ലല്ലോ, നമുക്കാർക്കും ഇല്ല, മനുഷ്യനായാലും അഹങ്കാരം പാടില്ല. അപ്പൊ അതുകൊണ്ട് ഇവന്റെ അഹങ്കാരത്തിന് ഒരു അറുതി വരുത്തണം എന്ന് വിചാരിച്ചിട്ട് ദൈവം എന്ത് ചെയ്തു എന്ന് പറഞ്ഞാല് ഈ പക്ഷിയെ വിളിപ്പിച്ചു, ദൈവത്തിന്റെ ഓഫീസ് മുറിയിലേക്ക് വിളിപ്പിച്ചു. അപ്പം ദൈവം വിളിച്ചതല്ലേ. അപ്പൊ ഈ നാഗമോഹൻ പോയി വാതിലെല്ലാം തുറന്ന് ഞാൻ കയറിക്കോട്ടെ എന്നൊക്കെ ചോദിച്ചു കയറി. അപ്പൊ ദൈവം അവിടെ ഇങ്ങനെ ഒരു ടേബിളുണ്ട്, കസേലയിൽ ഇരുന്നിട്ട് എന്തോ ചെയ്യുന്നതാണ്. അപ്പോ ചെന്നപാടെ ദൈവം ചോദിച്ചു, നീ ഇങ്ങനെ ഭയങ്കരമായിട്ട് അഹങ്കരിച്ച് നടക്കുന്നതായിട്ട് എനിക്ക് വിവരം കിട്ടിയിട്ടുണ്ടല്ലോ, അത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ പക്ഷി പറഞ്ഞു, ഇല്ല ഞാൻ അങ്ങനെ പറഞ്ഞിന്, പക്ഷെ ഞാൻ പറയാതിരിക്കാൻ പറ്റൂല, കാരണം എനിക്ക് ഇങ്ങനെ ഞാൻ ഭയങ്കര സുന്ദരനാണല്ലോ, എനിക്ക് നീണ്ട വാലുണ്ടല്ലോ, അങ്ങനെയുള്ള ഒരുപാട് പ്രത്യേകതകളുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ എന്റെ സൗന്ദര്യത്തിൽ തന്നെ ഞാൻ കുറച്ച് അഹങ്കരിച്ചു പോയി എന്ന് പറഞ്ഞു. അപ്പൊ ദൈവം ഉടനെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ അഹങ്കാരം കുറക്കാൻ വേണ്ടിയിട്ട്, ഈ തൂവെള്ള നിറമാണല്ലോ ശരീരം മുഴുവൻ, അതിന് ചെറിയൊരു പണി കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് മേശപ്പുറത്ത് ഒരു കറുത്ത കുപ്പിയിൽ മഷി ഉണ്ടായിരുന്നു. പെന്നിലൊക്കെ നിറക്കുന്ന മഷിയില്ല, നിങ്ങളിപ്പോ മഷി ഉപയോഗിക്കുന്നുണ്ടോ എന്നറിയില്ല. അപ്പൊ മേശക്കുപ്പുറത്തുള്ള കറുത്ത മഷക്കുപ്പിയുടെ മൂടി തുറന്നിട്ട് ഈ നാഗമോഹന്റെ തലയിൽ കമിഴ്ത്തി. അപ്പൊ മഷിയുടെ കുറെ ഭാഗം തലയിലും കഴുത്തിന്റെ പകുതി ഭാഗവും, കഴുത്ത് ഏകദേശം ഒരു 3/4 ഭാഗത്തോളം കറുപ്പായി മാറി. അങ്ങനെയാണ് നമ്മൾ ഇപ്പോഴും കാണുന്ന നാഗമോഹനെ, അതായത് മുഴുവൻ തൂവെള്ള നിറം ഉണ്ടായിരുന്ന നാഗമോഹന് ഇപ്പോഴും ഈ കാണുന്ന രൂപത്തിലായത് അങ്ങനെയാണെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് സ്വർഗവാതിൽ, അതായത് സ്വർഗത്തിന്റെ വാതിലോളം എത്തി, പിന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയിട്ടില്ല, സ്വർഗത്തിന്റെ വാതിൽക്കലോളം എത്തിയിട്ട് സ്വർഗത്തിലേക്ക് കടക്കാൻ പറ്റാത്ത ഒരു പക്ഷിയായിട്ട് ഇതിനെ പറയുന്നത് സ്വർഗവാതിൽ പക്ഷി. നേരത്തെ പറഞ്ഞ കുരുത്തോലക്കിളി, നാഗമോഹൻ എന്നൊക്കെ പറയുന്നത്. പാരഡൈസ് ഫ്ലൈ കാച്ചർ, നമുക്കറിയാം, ഒരു ഫ്ലൈ കാച്ചർ വിഭാഗത്തിൽ വരുന്ന ഒരു പക്ഷി കൂടിയാണ് ഇത്. അപ്പൊ ഇതാണ് നമ്മളെ രണ്ടാമത്തെ കഥ. ഇത് എനിക്കൊന്ന് കുറച്ചു പേരെങ്കിലും കേട്ടിട്ടുണ്ടാകാം. എങ്ങനെയുണ്ട് മക്കളെ? സൂപ്പർ ആയിരുന്നു സർ. അതെയോ? ഈ കഥ കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? പക്ഷികളെ പറ്റിയുള്ള ഒരുപാട് കഥകളുണ്ട്, നിങ്ങൾ പല പുസ്തകങ്ങളിലൊക്കെ ഉണ്ടാകാം, അല്ലെങ്കിൽ മറ്റു കേട്ടിട്ടുണ്ടാവാം. നാഗമോഹനെ കുറിച്ചുള്ള കഥ കേട്ടിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഇത് കഥ മാത്രമാണ് കേട്ടോ, അതറിയാലോ. അപ്പൊ നാഗമോഹനെ കുറിച്ചുള്ള കഥ ഇഷ്ടപ്പെട്ടോ? നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരുപാട് കഥകള് മറ്റ് ആൾക്കാരോടൊക്കെ ചോദിച്ചിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അതൊക്കെ ശേഖരിച്ച് വെക്കാം, നിങ്ങളുടെ ഡയറി കുറിപ്പുകളായിട്ട് അല്ലെ ഡയറിയിൽ എഴുതി വെക്കാം ഇത്തരം കഥകള്. അങ്ങനെ ചെയ്യില്ലേ? ചെയ്യാം. അപ്പൊ ഇതുപോലെ പക്ഷികളെ കുറിച്ച് മാത്രമല്ല, തുമ്പികളെ കുറിച്ച്, മിന്നാമിനുങ്ങിനെ കുറിച്ച്, തൊഴുകയ്യമ്പ്രാണിയെ കുറിച്ച്, അങ്ങനെയുള്ള ഒരുപാട് ചെറിയ ഷഡ്പദങ്ങളെ കുറിച്ചുള്ള കഥകളുണ്ട്. അതുപോലെ ചിത്രശലഭങ്ങളെ കുറിച്ചുള്ള കഥകളുണ്ട്. ഒരു 2-3 തരം ചിത്രശലഭങ്ങളെ കുറിച്ചുള്ള നാടോടി കഥകളൊക്കെ ഉണ്ട്, തമിഴ്നാട്ടിലൊക്കെ പ്രചരിക്കുന്ന നാടോടി കഥകളുടെ. അതൊക്കെ നമുക്ക് പിന്നീട് പറയാം. അപ്പൊ നമുക്ക് 2 കഥ മതിയോ, അല്ല ഒന്നുകൂടി വേണോ? ഒന്നുകൂടി പറയാം സർ. അപ്പൊ ഒന്നുകൂടി പറഞ്ഞ് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം അല്ലേ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി കേൾക്കാം. അപ്പൊ അടുത്ത കഥയിലേക്ക് കിടക്കുകയാണ്. നിങ്ങൾക്ക് അറിയുന്ന ഒരു പക്ഷി തന്നെയാണ് റാക്കറ്റ് ടെയിൽഡ് ഡ്രോങ്കോ, ഇല്ലേ? റാക്കറ്റ് ടെയിൽ ഡ്രോങ്കോ അറിയുന്നതല്ലേ? മലയാളത്തില് എന്താ ഇതിന് പറയാ ഈ പക്ഷിക്ക്? നമ്മളെ ചുറ്റുവട്ടത്ത് വീട്ടു പരിസരത്തും കാട് മുഴക്കി എന്ന് പറയും, ഇല്ലേ? ഇരട്ടവാലൻ എന്ന് പറയും. വേറൊരു പേര് കാരാടൻ ചാത്തൻ എന്നാണ്. കാരാടൻ ചാത്തൻ, ആ പേര് കേട്ടിട്ടുണ്ടാ? നമ്മളെല്ലാം കരിയാക്കാന്ന് പറയുന്നുണ്ട്. എന്ത് കാക്ക?
കരിയാക്കാക്ക എന്ന് ചില സ്ഥലത്ത്. ഏതാ സ്ഥലം മോളെ? സ്ഥലം ഏതാ? മോളോ? മാതമംഗലം. മാതമംഗലം. അങ്ങനെ പല സ്ഥലത്തും പ്രാദേശിക മറ്റു ചില പേരുകളൊക്കെ ഉണ്ട്. ചില സ്ഥലത്ത് ഇരട്ടവാലം എന്ന് പറയും അല്ലെ? ചില സ്ഥലത്ത് ഈ പറയുന്ന എന്താ കാരാടൻ ചാത്തൻ എന്ന് പറയും. പിന്നെ കത്രിക പക്ഷി. എന്ത്? കത്രിക പക്ഷിയാ? ഒന്നുകൂടി പറയുവാ. കത്രിക പക്ഷി. ഓക്കെ. അതുപോലെ ഈ അങ്ങനെ പ്രാദേശികമായിട്ട് ഒരുപാട് പേരുകളുണ്ട്. നമുക്കറിയാം ഓരോ പക്ഷിക്കും ഓരോ നാട്ടിലും പല പേരുകളായിരിക്കും. ചെടികൾക്കുള്ളതുപോലെ അല്ലെങ്കിൽ മറ്റു പാമ്പുകൾക്കൊക്കെ അങ്ങനെ പേരുണ്ട് അല്ലെ? പല ചില തേളി എന്ന് പറയുന്ന പാമ്പിനൊക്കെ തെയ്യൻ പാമ്പ്, പടകൂട്ടി, അങ്ങനെ വ്യത്യസ്തങ്ങളായ പേരുണ്ട്. അപ്പൊ ഈ പക്ഷിക്ക് എന്റെയൊക്കെ നാട്ടിൽ നമ്മൾ സാധാരണ പറയാറുള്ളത്, എന്റെ നാട് കണ്ണപുരത്താണ്, കണ്ണൂര്, കാരാടൻ ചാത്തൻ എന്നാണ് പറയുക. അതിന് കാരണം ഇതിന് ഭയങ്കരമായ ചാത്തൻ സേവ എന്നല്ലേ നിങ്ങൾ കേട്ടിരിക്കും അല്ലെ? കുട്ടിച്ചാത്തൻ എന്നൊക്കെ പറയുന്ന ഒരു കൺസെപ്റ്റ് ഇല്ലേ? അങ്ങനെയുള്ള ഭയങ്കര, അതായത് ചാത്തന്മാരുടെ സേവ കൂടിക്കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച ആഗ്രഹങ്ങളൊക്കെ നടക്കും, അല്ലെങ്കിൽ ചാത്തന്മാര് നമ്മുടെ സഹായത്തിനെത്തും. ഈ ഇതൊക്കെയില്ല, ഭൂതത്തിന്റെയും കുടം തുറന്ന ഭൂതത്തിന്റെ ഒക്കെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട് സാർ, കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഈ ചാത്തൻ സേവ അല്ലെങ്കിൽ ഇത്തരം ചാത്തൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റുമായി അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സംഭവം നമ്മളെ സഹായിക്കാനുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന പറയും അല്ലെ? അപ്പൊ അങ്ങനെ ഇത് ഭയങ്കരമായിട്ടുള്ള കഴിവുള്ള ഒന്നായിട്ടാണ് ഇതിനെ പറ്റി പറയാറുള്ളത്. അങ്ങനെയാണ് കാരാടൻ ചാത്തൻ എന്നുള്ള പേര് വരുന്നത്. അപ്പൊ കാരാടൻ ചാത്തന്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം, പക്ഷി ലോകത്തെ ഏറ്റവും നല്ല മിമിക്രിക്കാരനാണ് അല്ലെ? മറ്റ് ഒരുപാട് പക്ഷികളുടെ ശബ്ദം അനുകരിക്കും. പലപ്പോഴും കാട്ടിലൊക്കെ നമ്മൾ സർവേക്ക് പോയി കഴിഞ്ഞാല് ഇതിന്റെ ശബ്ദം കേട്ടിട്ട് വേറെ ഏതെങ്കിലും പക്ഷിയാണെന്ന്, അപൂർവമായ ചില പക്ഷിയാണെന്നൊക്കെ നമ്മൾ വിചാരിച്ചു പോകാറുണ്ട്, നമ്മൾ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മളെ വീട്ടുപരിസരത്ത് വളരെ സാധാരണമായിട്ട് കാണുന്നതാണ്. അതോടൊപ്പം തന്നെ പല ശബ്ദങ്ങൾ, പക്ഷികളുടെ ശബ്ദം മാത്രമല്ല, പൂച്ചയുടെ ശബ്ദമൊക്കെ, പൂച്ചയുടെ ശബ്ദം എടുക്കും. അതുപോലെ അണ്ണാന്റെ ശബ്ദം ഇല്ലേ? അണ്ണാന്റെ ശബ്ദം നമ്മളെ ഒരു ചിൽ 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 എന്നുള്ളൊരു ശബ്ദം എടുക്കും ഇത്. അതുപോലെ പണ്ടത്തെ ഫോണുണ്ട്, ലാൻഡ് ഫോൺ, പണ്ടത്തെ ഇങ്ങനെ കിർണിങ് 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 അങ്ങനെ ശബ്ദിക്കുന്ന ഒരു ഫോണുണ്ട്, ആ ശബ്ദം ഇതെടുക്കും. അതുപോലെ തന്നെ ബൈക്ക് സ്റ്റാർട്ട് ആക്കുന്ന ശബ്ദം, ഇങ്ങനെ ഒരുപാട് ശബ്ദങ്ങൾ ഇതിന് മിമിക്രി ചെയ്യാൻ അറിയും. അപ്പോ ഇങ്ങനെ ഭയങ്കര മിമിക്രിക്കാരനാണ് ഈ കാരാടൻ ചാത്തൻ. അപ്പൊ കാരാടൻ ചാത്തൻ ഏകദേശം ഒരുവിധം ജീവികളുടെയും പക്ഷികളുടെ ഒക്കെ ശബ്ദം അനുകരിക്കാൻ പഠിച്ചു. നല്ലൊരു മിമിക്രി ആർട്ടിസ്റ്റായി മാറി. പക്ഷേ കാള മുക്രയിടുന്ന ശബ്ദം, കാള എന്ന് പറഞ്ഞാൽ അറിയില്ലേ? ബുൾ അറിയാം ഇല്ലേ? അപ്പൊ കാള മുക്രയിടുന്ന ശബ്ദം ഇതിന് പെട്ടെന്ന് ഇങ്ങനെ അനുകരിക്കാൻ പറ്റിയില്ല. അത് കുറച്ച് പ്രയാസമില്ല, ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള സങ്കീർണമായ ഒരു ശബ്ദമാണ്. അപ്പൊ കാള മുക്രയിടുന്ന ശബ്ദം അനുകരിക്കാൻ വേണ്ടിയിട്ട്, പഠിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു കാരാടൻ ചാത്തൻ. അപ്പൊ അതിനെന്ത് വേണം? കാളേന്റെ ശബ്ദം ഇവിടുന്ന് കേൾക്കുക. കാളേനെ കിട്ടുന്ന ആലയുണ്ടാവും അല്ലെ? പശുവിനെ തൊഴുത്ത് എന്ന് നമ്മൾ പറയില്ലേ? പശുവിനെയും കാളയെയൊക്കെ കിട്ടുന്നത് തൊഴുത്തിലായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ കണ്ണൂർ ഭാഗത്തൊക്കെ ആല എന്നാണ് പറയാ, ആല. അപ്പൊ പശുവിനെ കിട്ടുന്ന ഈ തൊഴുത്തിന്റെ അടുത്ത് ഇത് പോയിരുന്നു. അവിടെ ഒരു തെങ്ങുണ്ടായിരുന്നു. ആ തെങ്ങിന്റെ മേലെ ഒരു ഓലേന്റെ തുമ്പത്ത് ഇരുന്നു, പശു തൊഴുത്തിന് തൊട്ടടുത്ത്. കാരണം പശുവിനെ വളരെ കൃത്യമായിട്ട് സസൂക്ഷ്മമല്ല, വളരെ സൂക്ഷ്മമായിട്ട് അതിന്റെ ശബ്ദം നിരീക്ഷിക്കണം, എന്നിട്ടത് അനുകരിക്കാൻ പഠിക്കണം. അതിന് ഭയങ്കരമായ എഫേർട്ട് എടുക്കണം, ഭയങ്കരമായിട്ടുള്ള ഒരു ഇത് ചെയ്യാനുണ്ട്, ഒരു തപസ്യ എന്ന് പറയും നമ്മൾ അല്ല, അതിന് ഭയങ്കരമായിട്ടുള്ള എഫേർട്ട് എടുക്കണം. അപ്പൊ അങ്ങനെ എഫേർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇത് കാള മുക്രയിടുന്ന ശബ്ദം അനുകരിക്കാൻ വേണ്ടി, പഠിക്കാൻ വേണ്ടി, പെട്ടെന്ന് പഠിക്കാൻ പറ്റില്ല, അതുകൊണ്ട് കുറെ ദിവസം എടുക്കേണ്ടി വരും. അങ്ങനെ കാള മുക്രയിടുന്ന ശബ്ദം അനുകരിക്കുന്നതിന് വേണ്ടി, അല്ലെ പഠിക്കുന്നതിന് വേണ്ടി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാളയന്റെ കിട്ടുന്ന, അല്ലെങ്കിൽ കാളയെ കിട്ടുന്ന തൊഴുത്തിനടുത്ത് അല്ലെങ്കിൽ ആലയുടെ അടുത്ത് ഒരു തെങ്ങിന്റെ ചെറിയൊരു കുറ്റിത്തെങ്ങുണ്ടായിരുന്നു. ആ കുറ്റിത്തെങ്ങിന്റെ ഓലയിൽ ചെന്നിരുന്നു. അപ്പോ ഈ പഠനത്തിൽ തന്നെ ഇത് മുഴുകി, ഭക്ഷണമൊന്നും കഴിക്കാൻ മറന്നുപോയി, ഉറങ്ങാൻ മറന്നുപോയി. അങ്ങനെ ഇതിൽ തന്നെ മുഴുകി സ്വയം മറന്നുപോയി. അതായത് ഈ കാളമുക്രിയിടുന്ന ശബ്ദം മാത്രം അനുകരിച്ചിട്ട് മാത്രമേ ഞാൻ ഇനി ഇവിടുന്ന് സ്ഥലം വിടൂ എന്നൊരു ഉറച്ച തീരുമാനം എടുത്തിട്ട് ഓലേന്റെ മേലെ തന്നെ ഇങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു, കുറെ
ദിവസമായി, മാസങ്ങൾ കഴിഞ്ഞു. അപ്പൊ മാസങ്ങൾ കഴിയുമ്പോഴേക്കും തെങ്ങ് വളരുന്നുണ്ടാകും, ഇല്ലേ? പച്ച ഓല പിന്നെന്താകും, കുറെ ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാല് ഓല പഴുത്ത്, ആ പഴുത്ത ഓലന്റെ അതൊന്നും അറിയുന്നില്ല, ഇതിൽ തന്നെ മുഴുകിയിട്ട് ആ കാര്യമൊന്നും അറിയുന്നില്ല, പുറം ലോകം അറിയുന്നില്ല. അപ്പൊ അങ്ങനെ പച്ച ഓല പഴുത്ത് കഴിഞ്ഞു, പിന്നെ പഴുത്ത ഓല പിന്നെന്താകും, ഉണങ്ങിപ്പോവും. അപ്പൊ ഓല ഉണങ്ങി, ഓലയും മട്ടലൊക്കെ ഉണങ്ങി. കൂടുതൽ ഉണങ്ങി കഴിഞ്ഞാൽ നമുക്കറിയാം ചില ഓലയൊക്കെ വിഘടിപ്പിക്കാൻ വേണ്ടിട്ടല്ലേ, ഉണങ്ങിയ ഇലകളൊക്കെ വിഘടിപ്പിക്കാൻ വേണ്ടി ചെറിയ ജീവികളൊക്കെ കയറും, അല്ലെ? ചതുര് പോലുള്ള സാധനങ്ങളൊക്കെ കയറും. അങ്ങനെ ഈ കരടൻ ചാത്തൻ ഇരിക്കുന്ന ഓലയുടെ അറ്റത്ത് ചെതല് കയറിയിട്ട് കുറെ ഭാഗം ചെതലിങ്ങനെ മേലോട്ട് കയറിയിട്ട് ഇതിന്റെ വാലിന്റെ പകുതി ഭാഗത്തോളം എത്തി. മുമ്പ് ഇതിന് ഇങ്ങനെയുള്ള വാലായിരുന്നില്ല, മുഴുവൻ വലിയ വാലായിരുന്നു, വീതിയുള്ള വാലായിരുന്നു. അപ്പൊ അങ്ങനെ ഈ ചെതല് കയറിയിട്ട് ഇതിന്റെ വാല് ഇപ്പോഴും നമ്മൾ കാണുന്ന രീതിയിലായിപ്പോയി, നേർത്തതായിപ്പോയി. കുറച്ച് ഭാഗം കഴിഞ്ഞിട്ട് പിന്നെ ഒരു കമ്പി പോലെ, അല്ല ഒരു നേർത്ത ഒരു ഭാഗവും, പിന്നെ അതിന്റെ അറ്റത്ത് ഒരു തൂവൽ മാത്രമേ കാണുന്നുള്ളൂ. നമ്മളെ കണ്ണൂർ ഭാഷയിൽ ഇങ്ങനെ വാല് അലുത്തുപോയി എന്ന് പറയും. നിങ്ങൾ ആ ഭാഷ കേട്ടിട്ടുണ്ടോ അറിയില്ല. ഇങ്ങനെ ഈ പക്ഷിയുടെ വാല് അലുത്തുപോയി, അത് നേർത്തതായിപ്പോയി, പകുതി വാല് നേർത്തതായിപ്പോയി. അങ്ങനെ രണ്ട് വാലുള്ളത് പോലെ ഇപ്പം തോന്നും നമുക്ക്, ഇല്ലേ? അതുകൊണ്ടാണ് ഇതിന് എന്ത് പറയുന്നത്, രണ്ട് വാലുള്ളത് എന്നുള്ള അർത്ഥത്തിൽ ഇരട്ട ബാലൻ എന്ന പേരുള്ളത്. അപ്പൊ അതാണ് കാരാടൻ ചാത്തന്റെ കഥ. അപ്പൊ ഇതും ചിലപ്പോ നിങ്ങൾക്ക് ചില പുസ്തകങ്ങളിലോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും പറഞ്ഞിട്ട് ചിലപ്പോൾ കേട്ടിട്ടുണ്ടോ അറിയില്ല. അപ്പൊ നമുക്ക് ഈ 3 കഥകൾ കൊണ്ട് ഇന്നത്തെ ഈ കഥ പറച്ചിൽ നിർത്താം. ഇനി കൂടുതൽ വേണമെങ്കിൽ നമുക്ക് മറ്റൊരു ദിവസം ആകാം. അപ്പൊ കുട്ടികളും മുതിർന്നവരും ഇതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞാൽ, പിന്നെ എനിക്ക് നിർദ്ദേശിക്കാനല്ല, നിങ്ങൾ ഇത്തരം ഒരുപാട് കഥകൾ, ഞാൻ നേരത്തെ പറഞ്ഞ പല ജീവികളെ കുറിച്ചുള്ള, ചലന്തികളെ കുറിച്ച് കഥയുണ്ട്, ഓന്തുകളെ കുറിച്ച് കഥയുണ്ട്, നമ്മുടെ രാത്രി വരുന്ന പച്ചത്തുള്ളനില്ലേ, ചീവീടല്ല, രാത്രി വരുന്ന ഒരു പച്ചത്തുള്ളനുണ്ട്, കാറ്റഡിഡ് അങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്നത്, ഇപ്പോഴും നിങ്ങൾ ഈ ഒരു സമയത്ത് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇലേന്റെ മേലിൽ നിന്നൊക്കെ ശബ്ദം ഉണ്ടാക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ശബ്ദം ഉണ്ടാക്കുന്നതിന് പിന്നിലുള്ള കഥയുണ്ട്. അതുപോലെ തന്നെ ചീവീടിനെ കുറിച്ചുള്ള കഥകളുണ്ട്, സിക്കാട എന്ന് പറഞ്ഞ ചീവീടില്ല, അതിനെ കുറിച്ചൊക്കെയുള്ള കഥകളുണ്ട്. ഉറുമ്പുകളെ കുറിച്ചുള്ള ഒരുപാട് കഥകളുണ്ട്. പിന്നെ പഴയ കാലത്തിലെ ഒരുപാട് നാടോടി കഥകളും ഉണ്ട്. അതുപോലെ ലോകത്തിന്റെ പല ഭാഗത്തും പഴയ കാലത്ത് സിംഹത്തിന് ചിറകുണ്ടായിരുന്നു, പിന്നീട് ചില കാര്യങ്ങളൊക്കെ നടന്നതിന് ശേഷമാണ് ഇന്ന് കാണുന്ന സിംഹം ചിറകില്ലാത്ത സിംഹമായി മാറി എന്നൊക്കെ പേരിൽ അങ്ങനെയുള്ള ഒരുപാട് കഥകളുണ്ട്. റഷ്യയിൽ നിന്നൊക്കെയുള്ള ഒരുപാട് കഥകൾ, നിങ്ങൾക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ ഇങ്ങനെയുള്ള കഥാപുസ്തകങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ബുക്ക് സ്റ്റാളിലൊക്കെ പോയി വായിക്കുന്ന ഭയങ്കര രസകരമായിരിക്കും. നമ്മുടെ ഭാവനയെ ഉത്തേജിപ്പിക്കുന്ന കാര്യമാണ് കഥ പറയുക എന്നുള്ളത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇത്തരം കഥകളൊക്കെ നിങ്ങൾ മറ്റേ രീതിയിൽ പുസ്തകങ്ങൾ അധികം ഉണ്ടാവാൻ സാധ്യതയില്ല. ഇതുപോലെ പറഞ്ഞു കേട്ടിട്ടൊക്കെയുള്ള കഥകൾ പക്ഷികളെ കുറിച്ച് മാത്രമല്ല, നിങ്ങളിപ്പോ പക്ഷികളെ നിരീക്ഷിക്കുന്നത് പക്ഷികളെ കുറിച്ചുള്ള കഥ പറഞ്ഞില്ല, ബാക്കിയുള്ള ഒരുപാട് ജീവജാതികളെ കുറിച്ചൊക്കെയുള്ള കഥകൾ നിങ്ങൾ ഇനി ശേഖരിച്ച് വെക്കുന്നത്, നിങ്ങൾ പുസ്തകങ്ങളോ മറ്റേതെങ്കിലും രീതിയിൽ വായിക്കുന്ന സമയത്തൊക്കെ ശേഖരിച്ച് വെക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. എല്ലാവരും അഭിപ്രായം പറയണം മക്കളെ. വളരെ നല്ല കഥകളായിരുന്നു സാർ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള കഥകളൊക്കെ കേൾക്കുന്നത്. മറ്റു കഥകളൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ പക്ഷികളെ പറ്റിയൊക്കെയുള്ള കഥകൾ കേൾക്കുന്നത്. വളരെ രസമായിരുന്നു ഇന്നത്തെ ഈ കഥ പറച്ചിലെന്ന് ഞാൻ പറയുകയാണ്. ഈ കഥകളൊക്കെ പറഞ്ഞ ബാലകൃഷ്ണൻ സാറിന് നന്ദി പറയുന്നു. നന്ദി, സന്തോഷം. അങ്കിൾ, ആ കഥകൾ ഇതുവരെ കേൾക്കാത്ത കഥകളായിരുന്നു. എക്കോ ഉണ്ട് ശ്രീ. ഹലോ, ഞാൻ ഇതുവരെ കേൾക്കാത്ത കഥകളായിരുന്നു അത്. സന്തോഷം. കഥ എനിക്ക് ഇഷ്ടപ്പെട്ടോ? ഇനി നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ ഭാവനക്കനുസരിച്ച് ഇപ്പൊ ചില കുട്ടികളൊക്കെ ഇങ്ങനെ കഥകൾ ഉണ്ടാക്കാറുണ്ട് ഭാവനയിൽ. ഇതിപ്പോ നമ്മൾ നേരത്തെ പലരും പറഞ്ഞ കഥകളാണ്. ഭാവനയിൽ ചില കുട്ടികളൊക്കെ, പ്രത്യേകിച്ച് നിങ്ങളെപ്പോലുള്ള കുട്ടികൾക്കൊക്കെ ഭാവനയിൽ കഥകൾ പുതുതായിട്ട് ഉണ്ടാക്കാനും പറ്റും. എന്നിട്ട് അങ്ങനെ ഉണ്ടാക്കിയ കഥകൾ, നിങ്ങളെ വേണമെങ്കിൽ തമാശക്ക് ഉണ്ടാക്കിയ കഥകൾ എന്ന് പറയാം അല്ലെ, അങ്ങനെയുള്ള കഥകൾ മറ്റ് ആൾക്കാരോട് ഷെയർ ചെയ്യാം. നിങ്ങളുടെ ഭാവനക്കനുസരിച്ച് ഓരോ ജീവികളെ കുറിച്ചൊക്കെയുള്ള കഥകൾ, അല്ലെങ്കിൽ പക്ഷികളെ കുറിച്ചാണെങ്കിൽ പക്ഷികളെ കുറിച്ചുള്ള ചില കഥകളൊക്കെ ഇങ്ങനെ നിങ്ങൾക്ക് സങ്കല്പിച്ചെടുത്തിട്ട്
മറ്റുള്ള കുട്ടികൾക്കോ അല്ലെ നിങ്ങളുടെ അമ്മയോടോ അച്ഛനോടോ സ്കൂളിൽ കൂട്ടുകാരോടോ ടീച്ചേഴ്സിനോടോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്യാമ്പിലൊക്കെ പങ്കെടുക്കുന്ന സമയത്ത് അതിൽ പങ്കെടുക്കുന്ന നിങ്ങളുടെ ക്യാമ്പിൽ പങ്കെടുക്കുന്ന നിങ്ങളുടെ മറ്റ് ഒന്നിച്ചുള്ള കൂട്ടുകാരോടൊക്കെ ഇങ്ങനെയുള്ള കഥകൾ പറയാം. ഓക്കെ, പിന്നെന്താ അഭിപ്രായം? എല്ലാ മക്കളും പറഞ്ഞ കഥ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ. അപ്പൊ നാഗമോഹൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം മനസ്സിലായില്ലേ അല്ലെ? നാഗം എന്ന് പറഞ്ഞാൽ സ്വർഗം, മോഹൻ എന്ന് പറഞ്ഞാൽ മോഹിച്ച ആള് ഇല്ല, സ്വർഗം മോഹിച്ച ആൾ, സ്വർഗം മോഹിച്ച പക്ഷി. എത്ര കുട്ടികളുണ്ട് നമുക്ക് ഇന്നത്തെ ഇതില്? എല്ലാ കുട്ടികളും അഭിപ്രായം പറഞ്ഞാ? എല്ലാ മക്കളും അഭിപ്രായം പറയണേ. പറഞ്ഞോ. Sir, I really liked it. This was the first time hearing this. Thank you. Okay, man. Okay. Thank you. Yes, you are welcome. ആശ്വിൻ എന്താ പറയാന്ന് വ്യക്തമായിട്ടില്ല. അമ്മ എന്ന് പറഞ്ഞ് ഒരു കഥയുണ്ടായിരുന്നു. ഒരു കളറ് പക്ഷിയൊക്കെ കിട്ടുന്ന മാഷക്കറിയോ? എന്താ മോളെ വ്യക്തമല്ല പറഞ്ഞത്? Thank you, sir, for this valuable class. Okay, you are welcome. മുതിർന്നവർക്കും അഭിപ്രായം പറയും കേട്ടോ. ഓക്കെ, സാർ നല്ല ക്ലാസ് ആയിരുന്നു. ഇതുവരെ നമ്മൾ ഇതേപോലെ ചിന്തിച്ചിട്ടും കൂടിയില്ല. ബട്ട് കഥയെല്ലാം കേട്ടപ്പോൾ നല്ല സന്തോഷായി. താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു സാർ. യു ആർ വെൽക്കം. കുട്ടികൾ എല്ലാരും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുതിർന്നവർക്കും അഭിപ്രായം പറയാം. അടുത്ത കഥയുടെ ക്ലാസ്സാ? അത് നമുക്ക് പിന്നീട് തീരുമാനിക്കാം. നിങ്ങളുടെ ബാക്കി കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്യാനുണ്ട് ഇല്ലേ? നമ്മള് പിന്നീട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തുകൂടാനുള്ള ഒരു അവസരം ഒരുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സമയത്തൊക്കെ പിന്നീട് പറയാം. അതുപോലെ പക്ഷികളെ കുറിച്ച് മാത്രമല്ല, ചിത്രശലഭങ്ങളെ കുറിച്ച് കഥകളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തുമ്പിയെ കുറിച്ച് കഥകളുണ്ട്, മിന്നാമിനിങ്ങിനെ കുറിച്ച് കഥകളുണ്ട്, പഴുതാര എന്ന് പറഞ്ഞ കരിങ്കണ്ണി എന്നൊക്കെ പറയുന്ന ജീവിയെ കുറിച്ചുള്ള കഥകളുണ്ട്. അങ്ങനെ ഒരുപാട് ജീവജാലങ്ങളെ കുറിച്ചുള്ള കഥകൾ മുമ്പേ പറഞ്ഞു വരുന്ന കഥകൾ ധാരാളമായിട്ടുണ്ട്. അപ്പൊ അത് പിന്നീട് ആകാം നമുക്ക്. സൗമ്യ പി പി ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ട്. There is a network problem. നെറ്റ്വർക്ക് പ്രോബ്ലം പറഞ്ഞിട്ടുണ്ട്. മെസ്സേജ് ഞാൻ കണ്ടിട്ടില്ല. So the mic is not working. The stories were great. I didn't hear these stories until today. നമ്മളിത് റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ റെക്കോർഡ് ചെയ്തത് നമുക്ക് ഷെയർ ചെയ്യാം. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? കുട്ടികളുടെ അമ്മമാർക്ക് അച്ഛന്മാർക്കൊക്കെ അഭിപ്രായം പറയാൻ കേട്ടോ അടുത്തുണ്ടെങ്കിൽ. Thank you, sir. അപ്പൊ നമുക്ക് ഈ പ്രോഗ്രാം ഏകദേശം അവസാനിപ്പിക്കാന്ന്. നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരുപാട് കഥകൾ വായിക്കണം കുട്ടികളായാലും. ഒരുപാട് കഥകൾ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഭാവനയുണ്ടാകും, നല്ല ഭാഷയുണ്ടാകും. മറ്റു ആളുകളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, അല്ലെ മറ്റു ആളുകളുമായിട്ട് ഇംഗ്ലീഷിലായാലും
അല്ലെ മലയാളത്തിലായാലും മറ്റേതെങ്കിലും ഭാഷയിലായാലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കമ്മ്യൂണിക്കേറ്റീവ് സ്കില്ല് വർദ്ധിപ്പിക്കാൻ പറ്റും, വൊക്കാബുലറി വർദ്ധിപ്പിക്കാൻ പറ്റും. നിങ്ങളുടെ ഒരുപാട് ഭാവനയെ ഉണർത്താം, അല്ല ഭാവന ചെയ്യാനുള്ള കഴിവിനെ, നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാനുള്ള കഴിവ് കൂടുതലായിട്ട് വർദ്ധിപ്പിക്കാൻ പറ്റും. ഞാൻ മറ്റു ചില കഥകൾ കൂടി നിങ്ങൾക്ക് ഈ പക്ഷികളുമായി ബന്ധപ്പെട്ടുള്ള ഈ ഒരു പുസ്തകം ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടോ അറിയാം. ഐതിഹ്യമാല എന്ന് പറയുന്നത് കൊട്ടാരത്തിൽ ശങ്കുണ്ണി എന്ന് പറയുന്ന ആള് എഴുതിയതാണ്. നൂറുകണക്കിന് കഥകൾ ഐതിഹ്യവുമായി, കേരളത്തിന്റെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട, നിങ്ങൾ നാറാണത്ത് ഭ്രാന്തന്റെ കഥയൊക്കെ കേട്ടിട്ടുണ്ടാവും ഒരു പക്ഷേ അല്ലെ. അങ്ങനെയുള്ള കഥകളൊക്കെ ഈ പുസ്തകത്തിലുണ്ട്. ഒരുപാട് കഥകൾ ഉള്ള പുസ്തകമാണ്. ഒരുപാട് ഐതിഹ്യവുമായി ബന്ധപ്പെട്ട ഒരുപാട് കഥകൾ. അതുപോലെ വേറെയും കുറെ കഥകൾ, ഈസോപ്പ് കഥകൾ എന്ന് പറഞ്ഞിട്ട് കഥകളുണ്ട്, തെന്നാലി രാമൻ കഥകളുണ്ട് ഇല്ലേ. ഈസോപ്പ് എന്ന് പറയുന്നത് ഒരു അടിമയായിരുന്നു, അടിമ പറഞ്ഞ കഥകളാണ്. അതുപോലെ അറബിയിലുള്ള 1001 രാവുകൾ എന്ന് പറയുന്ന കഥകളുണ്ട്. ഓരോ രാത്രിയും 1001 രാത്രിയിൽ പറഞ്ഞ കഥകൾ രേഖപ്പെടുത്തി വെച്ചതായി പറയുന്ന കഥകളൊക്കെ ഉണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് കഥകൾ നിങ്ങളെ പുസ്തകശാലയൊക്കെ സന്ദർശിക്കുന്ന സമയത്ത് ഇത്തരം കഥാപുസ്തകങ്ങൾ കൂടി വളരെ രസകരമായി, ചെറിയ കുട്ടികൾക്ക് അതിന് പറ്റിയ രീതിയിലുള്ള ചെറിയ ചെറിയ കഥകൾ ഉണ്ടാകും. അങ്ങനെയുള്ള കഥകളൊക്കെ ധാരാളമായിട്ട് വായിക്കുക. ഇതുപോലെ നമ്മുടെ ചുറ്റുപാടും കാണുന്ന ഒരുപാട് കാര്യങ്ങൾ, പക്ഷികളെ മാത്രമല്ല, നമുക്ക് സസ്യങ്ങളെ നിരീക്ഷിക്കാം, ചിത്രശലഭങ്ങളെ നിരീക്ഷിക്കാം, തുമ്പികളെ നിരീക്ഷിക്കാം. അങ്ങനെ ഒരുപാട് നിരീക്ഷിക്കാനുള്ള കഴിവുകൾ നിങ്ങൾക്ക് വർദ്ധിക്കും. അങ്ങനെ നിരീക്ഷിക്കാനുള്ള കഴിവ് കൂടിക്കഴിഞ്ഞാൽ അതുപോലെ ഓർമ്മിക്കാനുള്ള കഴിവ് ശേഷി നിങ്ങൾക്ക് കൂടും. അങ്ങനെയുള്ള ഒരുപാട് വ്യക്തിപരമായ നമ്മുടെ ഒരുപാട് കഴിവുകൾ വർദ്ധിപ്പിക്കാൻ പറ്റുന്ന ഒരു പരിപാടി കൂടിയാണ് ഈ പക്ഷി നിരീക്ഷണമായാലും അല്ലെങ്കിൽ പ്രകൃതി നിരീക്ഷണമായാലും. അപ്പോൾ ഇങ്ങനെയുള്ള വായനയും അതുപോലെ കഥകളൊക്കെ ധാരാളം വായിക്കുകയാണല്ലോ, അതുകൂടി നിങ്ങളുടെ കഴിവിനെ വർദ്ധിപ്പിക്കുന്ന രീതിയിലേക്ക് ആക്കും. ഇപ്പൊ എല്ലാവരും നല്ല കുട്ടികളായി മാറും. ഇപ്പൊ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി ആശംസിക്കുന്നു. താങ്ക് യു മാഷേ. എനിക്ക് മനസ്സിലാവുന്നത് കഥ കേൾക്കാൻ പ്രായ വ്യത്യാസമൊന്നുമില്ല, ആർക്കും കഥകൾ ഇഷ്ടാവും. അത് ഇതുപോലുള്ള കഥകളാകുമ്പോ ഇനിയിപ്പോ നാഗമോഹനെ ഒന്നും നമ്മുടെ മനസ്സിന്ന് മായൂല. ആ ചിത്രം വരച്ചതുപോലെ തന്നെ നമ്മുടെ മനസ്സിലുണ്ടാവും ഈ കഥകൾ കേൾക്കുന്നത് കൊണ്ട്. ഇങ്ങനെയുള്ള ഇത് തികച്ചും പുതിയ കഥയാണ്. അപ്പൊ ഇങ്ങനെയുള്ള കഥകൾ നമ്മളോട് പങ്കുവച്ച മാഷിന് ഞങ്ങള് ഒരു കാര്യം കൂടി ഞാൻ എന്നോട് സൂചിപ്പിക്കുന്നത്, ഈ നാഗമോഹനുള്ള പേര് നാഗം, പാമ്പ് എന്നുള്ള അർത്ഥത്തില് പണ്ട് ചില ആൾക്കാരൊക്കെ വാർത്തയാക്കിയിട്ടുണ്ടായിരുന്നു ചില പത്രങ്ങളിൽ. അതായത് നാഗങ്ങളെ പോലും മോഹിപ്പിക്കുന്ന രീതിയിലാണ് ഇതിന്റെ പറക്കൽ എന്നൊക്കെ പറഞ്ഞിട്ട് ചില വിവരണങ്ങൾ കൊടുത്തിട്ട് ചില പത്രങ്ങളിലൊക്കെ ഒരു 5-10 വർഷം മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നാഗം അല്ല ആണ്. നാഗം സ്വർഗം എന്നുള്ള വാക്കാണ് ഇതിന്, അല്ലെ ആ വാക്കിലാണ് ഇതിന്റെ പേര് അറിയപ്പെടുന്നത് എന്ന് കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഓക്കെ മാഷെ, അപ്പൊ ഒരുപാട് സന്തോഷം. ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ മാഷിനോടുള്ള നന്ദി അറിയിക്കുന്നു. ഒപ്പം തന്നെ ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒന്നുകൂടി നന്ദി അറിയിച്ചുകൊണ്ട് നിർത്താൻ തോന്നുന്നു. ഡോക്ടറെ? അതെ, നിർത്താം. ഓക്കെ. അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.